പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിൽ നിന്ന് തുടങ്ങാം. അതായത് 2021 തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ നിന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് പകരക്കാരനായി സാധാരണയായി മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാറ്. ഇവിടെ പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്ന അസാധാരണമായൊരു നടപടിയെന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉരുത്തിരിയുന്നു. അവിടെ വി ഡി സതീശൻ എന്ന പറവൂർ MLA, മുൻപ് അദ്ദേഹം മറ്റ് പദവികളൊന്നും വഹിച്ചിട്ടില്ല, അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് KC വേണുഗോപാലിൻ്റെ പിന്തുണയോടെ, KC വേണുഗോപാലിൻ്റെ അനുമതിയോടെ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. കേരളത്തിൽ പ്രധാനപ്പെട്ട 4 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. അതിൽ തൃക്കാക്കരയിൽ PT തോമസിൻ്റെ മരണത്തെ തുടർന്ന് ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ ഉവ തോമസ് ജയിച്ചു കയറുന്നു. പിന്നീട് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ജനസ്വീകാര്യതയുള്ള നേതാക്കളിൽ ഒരാളായിരുന്ന ഉമ്മൻചാണ്ടി, അദ്ദേഹമാണ് അവസാന കോൺഗ്രസ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ചാണ്ടി ഉമ്മൻ. പിന്നീട് വടകരയിലേക്ക് ഷാഫി പറമ്പിൽ മാറിയതിനെ തുടർന്ന് പാലക്കാട് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇങ്ങനെ 3 പേർ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടത്. അതിൽ 2 പോരാട്ടത്തെ നമുക്ക് രാഷ്ട്രീയ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം PT-യോടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടായി തൃക്കാക്കരയിൽ. അതോടൊപ്പം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി എന്നത് ഒരു വൈകാരികതയാണ്, അത് അങ്ങനെ മാത്രം അതിനെ വ്യാഖ്യാനിച്ചാൽ മതി. പക്ഷേ പാലക്കാട് നടന്നത് കൃത്യമായ രാഷ്ട്രീയ പോരാട്ടമാണ്. ചേലക്കരയിൽ ഇടത്തുകോട്ടയിൽ ഭൂരിപക്ഷം അവർക്ക് നന്നേ കുറയ്ക്കാൻ, പകുതിയായി താഴെ കുറയ്ക്കാൻ കഴിഞ്ഞു. അത് വി ഡി സതീശൻ തൻ്റെ നേട്ടമായി അവകാശപ്പെടുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കഴിഞ്ഞ 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയൊരു വിജയം കോൺഗ്രസിന് ഉണ്ടാകുന്ന സാഹചര്യം, അതും തൻ്റെ പ്രവർത്തന മികവെന്ന വിലയിരുത്തലിലാണ് വി ഡി സതീശൻ. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ, അല്ലെങ്കിൽ പാർട്ടിയുമായി ഒത്തുപോകാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷ നേതാവായിരിക്കെ ഉണ്ടായി. അങ്ങനെയാണ് കെ സുധാകരനെ KPCCയുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുകയും പകരക്കാരനായി സണ്ണി ജോസഫ് ചുമതലയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷവും പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വവുമായി അത്ര സുഗമമായ ബന്ധത്തിലായിരുന്നില്ല വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം പറയുന്നത് KPCC അധ്യക്ഷനും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും സമാന്തരമായി പാർട്ടിയെ നയിക്കുന്ന ഒരു നിലപാടാണ്, അത് അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാടിലായിരുന്നു പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും പല ഘട്ടങ്ങളിലും തയ്യാറായിരുന്നില്ല. മുതിർന്ന നേതാക്കൾ ഈ പ്രതിസന്ധികളിൽ ഇടപെടുന്ന സാഹചര്യങ്ങൾ അതിനിടയിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വി ഡി സതീശന് മുമ്പിൽ വെല്ലുവിളിയായി മാറുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ കൊച്ചി നഗരസഭയിലേക്ക് മേയറായിട്ട് ആരെ തിരഞ്ഞെടുക്കണം എന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ. അവിടെ നിന്നാണ് ഇപ്പോഴത്തെ ഈ നാടകീയമായ ട്വിസ്റ്റുകൾ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നതെന്ന് വേണം പറയാൻ. അവിടെ ദീപ്തി മേരി വർഗീസ് എന്ന KC വേണുഗോപാൽ പക്ഷത്തിൻ്റെ കരുത്തയായ വക്താവ് മേയർ പദവി കാംക്ഷിച്ചുകൊണ്ടാണ് അവിടെ അന്ന് നഗരസഭയിൽ മത്സരിച്ചതെങ്കിൽ അവസാന ലാപ്പിൽ അംഗങ്ങളുടെ പിന്തുണ മിനിമോൾക്കാണ് എന്ന് പറഞ്ഞ് കൊച്ചി നഗരസഭയുടെ ഭരണം, അല്ലെങ്കിൽ മേയറായി മിനിമോൾ വരുന്നു. അവിടെ കപ്പിനും ചുണ്ടിനുമിടയിൽ ദീപ്തി മേരി വർഗീസിന്റെ മേയർ സ്ഥാനം നഷ്ടമാകുന്നു. ഇതിന് പിന്നാലെ KC പക്ഷം പ്രകോപിതരാകുന്നു. അങ്ങനെയാണ് ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും അംഗങ്ങളുടെ പിന്തുണ തന്നെയായിരിക്കും, ഭൂരിപക്ഷം തന്നെയായിരിക്കും ചർച്ചകളിൽ നിർണായകമായി മാറുകയെന്ന നിലപാടിലേക്ക് KC പക്ഷം എത്തുന്നു. അവിടെ മുതൽ തുടങ്ങിയ ഒരു വളരെ സ്ട്രാറ്റജിക്കായ പൊളിറ്റിക്കൽ ഗെയിം തന്ത്രപരമായി KC തനിക്ക് അനുകൂലമാക്കി മാറ്റുന്ന കാഴ്ചയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയം എത്തിയപ്പോൾ. 90-ലധികം സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെതായി പട്ടികയിൽ വന്നപ്പോൾ അതിൽ 63 പേർ KC പക്ഷത്തു നിന്ന് തന്നെയായിരുന്നു. ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ചതാണ്, UDF അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിനായി ക്ലെയിം ഉന്നയിക്കും. അത് സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് ക്യാമ്പിനെ എത്തിക്കുമെന്ന കാര്യം അന്നേ ഉറപ്പായിരുന്നു. അത് കൃത്യമായി അക്ഷരം പ്രതി ശരിവെക്കുന്ന സാഹചര്യമാണ് പിന്നീട് അങ്ങോട്ടുണ്ടായത്. ഒരുപക്ഷെ 75 സീറ്റിലായിരുന്നു കോൺഗ്രസ് വിജയിച്ചത്, അല്ലെങ്കിൽ ആകെ UDF വിജയിച്ചിരുന്നതെങ്കിൽ അവിടെ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാട് നിർണായകമായി മാറുമായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 63 സീറ്റുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 25 വർഷത്തിന് ശേഷം കോൺഗ്രസിന് തനിച്ച് ലഭിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. അവിടെ ലീഗ് അതൃപ്തി അറിയിച്ച് മാറി നിന്നാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെയും അതോടൊപ്പം RSPയുടെയും RMPയുടെയും ഒക്കെ പിന്തുണയോടെ
മന്ത്രിസഭ രൂപീകരിക്കാൻ കോൺഗ്രസിന് നിഷ്പ്രയാസം കഴിയും. അങ്ങനെയൊരു അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ലീഗ് മുമ്പോട്ട് വെച്ച വി.ഡി. സതീശന്റെ പേരിനെ പ്രതിരോധിച്ചുകൊണ്ട് കെ.സി. പക്ഷം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. കെ.സി. വേണുഗോപാൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗം അവർ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുക്കം തുടങ്ങിയതാണ് കോൺഗ്രസ് ക്യാമ്പ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കേണ്ടതിന്റെ അനിവാര്യത അത് ദക്ഷിണേന്ത്യയിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു മടങ്ങിവരവായി മാറും. കേരളം UDF തൂത്തുവാരിയൽ എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷകരെ നേരത്തെ തന്നെ കേരളത്തിലെ പല മണ്ഡലങ്ങളിലേക്ക് അയച്ച് കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം നടത്തി ഓരോ മണ്ഡലങ്ങളിലും ജയസാധ്യതയ്ക്കുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തി ജനസ്വീകാര്യത ഉറപ്പുവരുത്തി കൃത്യമായി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന നടപടികളിലേക്ക് കടന്നത്. അതിനപ്പുറത്തേക്ക് ഈ CPM BJP ഡീൽ എന്ന ആരോപണം ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത് കെ.സി. വേണുഗോപാലാണ് എന്നാണ് കെ.സി. പക്ഷത്തിന്റെ പ്രധാനപ്പെട്ട അവകാശവാദം. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് ചെലവിലേക്കായി ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം എത്തിച്ചു നൽകുന്നതിലടക്കം ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് കെ.സി. വേണുഗോപാലിന്റെ ഇടപെടൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിൽ വിഭാഗീയത ഒന്നുമുണ്ടാകാതെ പാർട്ടിയിൽ സ്ഥാനാർത്ഥികളാകാൻ കാംക്ഷിച്ച് ഒടുവിൽ പട്ടികയിൽ നിന്ന് പുറത്തുപോയവർ വിമതസ്വരം ഉയർത്തുന്ന സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിൽ കെട്ടുറപ്പോടെ പാർട്ടിയെ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചതിൽ കെ.സി. വേണുഗോപാലിന്റെ പങ്ക് നിർണായകമാണ്. അത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കെ.സി. പക്ഷം. അതോടൊപ്പം അദ്ദേഹം കഴിഞ്ഞ 30 വർഷത്തിലധികമായി കോൺഗ്രസിന്റെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടത്തിക്കൊണ്ടിരുന്ന ഇടപെടലുകൾ അദ്ദേഹം സംസ്ഥാനത്ത് മന്ത്രിയായിരുന്നു, ടൂറിസം മന്ത്രിയായിരുന്നു, കേന്ദ്രത്തിൽ അദ്ദേഹം ഉപമന്ത്രിയായി അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രിയായി പ്രവർത്തിച്ചു, പിന്നീട് കേന്ദ്രമന്ത്രിയായി. അത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ PSCയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ പദവിയിലെത്തുന്ന 4ാമത്തെ മലയാളി എന്ന ക്രെഡിറ്റ് കെ.സി. വേണുഗോപാലിനുണ്ട്. അങ്ങനെ കഴിഞ്ഞ 8 വർഷത്തിലധികമായി കോൺഗ്രസിന്റെ ദേശീയ മുഖമായി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ഭരണപരിചയവും പ്രവർത്തന മികവും കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് ഉറപ്പായും അനുകൂല ഘടകമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കെ.സി. വേണുഗോപാൽ പക്ഷം. പക്ഷേ അദ്ദേഹത്തിന് ഡ്രോബാക്കായി മാറിയത് അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ പ്രത്യേകിച്ച് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ഒരു MP-മാർക്കും മത്സരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ടായി. അതാണ് കെ.സി. വേണുഗോപാൽ അടക്കമുള്ള 5-ലധികം MP-മാർക്ക് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിച്ച 5-ലധികം കോൺഗ്രസിൻ്റെ MP-മാരുടെ പ്രതീക്ഷകൾ തച്ചുടച്ചതിന് കാരണം വി.ഡി. സതീശനാണ് എന്നാണ് അവരുടെ വികാരം. ആ വികാരമാണ് പല രൂപത്തിൽ അത് പല പരോക്ഷമായ വിമർശനങ്ങളായി വി.ഡിക്കെതിരെ ഉയരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്തത്. അതിനൊക്കെ ഒടുവിലാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം കഴിഞ്ഞ 40 വർഷത്തിലധികമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ദേശീയ രംഗത്തടക്കം സജീവമായി നിലനിന്നിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം 30ാമത്തെ വയസ്സിൽ കെ. കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായിരുന്ന വ്യക്തിയാണ്. രാജീവ് ഗാന്ധിയുമായും ഇന്ദിരാഗാന്ധിയുമായും കോൺഗ്രസിന്റെ മറ്റ് ദേശീയ നേതാക്കളുമായും സോണിയാഗാന്ധിയുമായും ഗാന്ധി കുടുംബവുമായി മുഴുവനായും വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന നേതാവാണ്. അദ്ദേഹം വളരെ പ്രതീക്ഷയോടെയാണ് 2016-ൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ 5 മന്ത്രിമാർക്ക് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രാജിവെക്കേണ്ടി വന്നു. E.P. ജയരാജനും A.K. ശശീന്ദ്രനും അടക്കം 5 മന്ത്രിമാർക്കാണെന്ന് രാജിവെക്കേണ്ടി വന്നത് പല ഘട്ടങ്ങളിലായി. പിന്നീട് അദ്ദേഹം മുമ്പോട്ട് വെച്ച പല ആരോപണങ്ങളും ആ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ളയടക്കം വലിയ തരത്തിൽ നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കടത്തടക്കം പിന്നീട് സ്പ്രിംഗ്ലർ അഴിമതി അടക്കം ബ്ലൂബെറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ആരോപണങ്ങളടക്കം സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ ഒരുപാട് ആരോപണങ്ങൾ മുന്നോട്ട് വെച്ച നേതാവായിരുന്നു ചെന്നിത്തല. പക്ഷേ ലോകത്തെ മുഴുവൻ പിടിച്ചുലച്ച മഹാമാരി 2019-ൽ COVID-19 പിടിമുറുക്കി. അതിന് പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നത്. പക്ഷേ അത് പാർട്ടിക്ക് കൃത്യമായി ചലനാത്മകമായി സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. 41 സീറ്റുകളിലേക്ക് മാത്രമായി കോൺഗ്രസ് ഒതുങ്ങുന്ന സാഹചര്യം. അതിൻ്റെ ഉത്തരവാദിത്തം സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചെന്നിത്തലയുടെ തലയിലേക്ക് വരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ചരിത്രത്തിൽ ആദ്യമായി 1956-ൽ കേരളം രൂപീകൃതമായതിനു ശേഷം ആദ്യമായി
5 വർഷത്തിനിപ്പുറം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നിട്ടില്ല UDF-ന്. പക്ഷേ അന്നത് സംഭവിച്ചു. അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തോട് പോലും പറയാതെ അദ്ദേഹത്തെ മാറ്റി. അവിടെ MLA-മാരുടെയും മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ പിന്തുണയുണ്ടായിട്ടും ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റി പകരക്കാരനായി VD സതീശനെ വളരെ അപ്രതീക്ഷിതമായി അവിടെ നിയോഗിക്കാനുണ്ടായത്. അപ്പോൾ അന്ന് തന്നോടൊരു നീതി നിഷേധം കാണിച്ചു. അതിന് ഈ തവണ നീതി കാണിക്കാനുള്ള അവസരം പാർട്ടിക്ക് കൈവന്നിരിക്കുകയാണ്. തൻ്റെ ഭരണപരിചയവും സംഘടനാ തലത്തിൽ KPCC-യെ 9 വർഷത്തിലധികം നയിച്ച ഭരണപാഠവുമൊക്കെ അവിടെ തനിക്ക് ഗുണകരമായി മാറും. K. കരുണാകരൻ പാർട്ടി വിട്ട സമയത്ത് കോൺഗ്രസിനുണ്ടായ വലിയ പ്രതിസന്ധിയെ താൻ KPCC അധ്യക്ഷനായിരിക്കുമ്പോഴാണ് മറികടന്നത്. അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തനിക്ക് ഒരു ലാസ്റ്റ് ചാൻസ് തരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ എന്ന അവകാശവാദം രമേശ് ചെന്നിത്തലയും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് മുൻപിൽ ഉന്നയിക്കുന്ന സാഹചര്യമാണിപ്പോൾ. ഇതൊക്കെയാണ് ഈ 3 പേരുടെയും ക്ലെയിമുകൾ, അവരുടെ വെല്ലുവിളികളും ഇത് തന്നെയാണ്. പക്ഷേ ഇതിൽ ഏതിനായിരിക്കും ദേശീയ നേതൃത്വം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേസിക്ക് അനുകൂലമായ കാറ്റാണോ വീശുന്നത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്താണ് അവിടുത്തെ അപ്ഡേറ്റ്? ഹരി, നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല. ഇത് കാരണം പൂർണ്ണമായും ഹൈക്കമാൻഡും ഇവരുമായിട്ടുള്ള ചർച്ചയാണ്. ആ ചർച്ചയെ സംബന്ധിച്ച് ഒരു വിവരങ്ങളും ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിലവിൽ MLA-മാരുടെ ഭൂരിപക്ഷമുള്ളത് KC വേണുഗോപാലിനാണ് എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ആ വിവരം സ്വാഭാവികമായും ഹൈക്കമാൻഡ് ഈ 2 നേതാക്കളെയും അറിയിക്കും. അതിനുള്ള മറുപടി ഇവർക്ക് മറുപടി വരും. കഴിഞ്ഞ തവണ അങ്ങനെ നോക്കിയല്ല ആ തീരുമാനം എടുത്തത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ വാദം. കാരണം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് നിന്ന് മാറ്റി VD സതീശനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഇതിൽ MLA-മാരുടെ ഭൂരിപക്ഷം പിന്തുണ നോക്കിയായിരുന്നില്ല. ഹൈക്കമാൻഡ് കൂടി ഒരു തീരുമാനമായിരുന്നു. അതുപോലൊപ്പം തന്നെ VD സതീശനും ഇത് കോൺഗ്രസ് MLA-മാരുടെ മാത്രം തീരുമാനം നോക്കിയാൽ കഴിയില്ല. ഇത് ആകെ മുന്നണിയുടെ കൂടിയാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അവിടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളുടെ ഒക്കെ അഭിപ്രായം തേടേണ്ടതുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായം തനിക്ക് അനുകൂലമാണ്. ടീം UDF എന്ന നിലയ്ക്ക് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോയതും തകർത്ത ഒരു സംവിധാനത്തെ ഐക്യത്തോട് മുന്നോട്ട് കൊണ്ടുപോയി 102 സീറ്റോട് വിജയം നേടിക്കൊടുത്തത് താനാണ്. അതിന് നേതൃത്വം കൊടുത്തത് താനാണ്. താൻ ഇത്രകാലം തന്നെ ഏൽപ്പിച്ച ഒരു ചുമതല കൃത്യമായി നിർവഹിച്ചു. അവിടെ തനിക്ക് ക്ലെയിം ഉണ്ട് എന്നുള്ള വാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഇനിയും ചർച്ചയിലേക്ക് വരേണ്ടത് തന്നെയാണ്. അതിനുശേഷമായി നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇവർ 2 പേരുടെയും നിലപാട് മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ ക്യാബിനറ്റിലേക്ക് ഇല്ല എന്നുള്ള നിലപാട് തന്നെയാണ്. സ്വാഭാവികമായും ആ നിലപാട് അവർ അറിയിക്കും. എന്തായാലും അത്തരം ഒരു ഘട്ടത്തിലേക്ക് ആ ചർച്ച എത്തിയോ ഇല്ലയോ എന്ന് ചർച്ചയിൽ എന്തായാലും പങ്കെടുക്കുന്നത് അവർ മാത്രമാണ്. പുറത്തേക്ക് ആ ചർച്ചകൾ സംബന്ധിച്ച വിവരങ്ങളും ഒന്നും ലഭ്യമായിട്ടില്ല. ഈ ചർച്ചയുടെ ഒരു റൗണ്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്തരം വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.